ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം എങ്ങനെ കൃപയുടെ സങ്കേതവും ഒരു ഗാർഹിക സഭയുമായി മാറുന്നു എന്ന് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. ദൈനംദിന കുടുംബ പ്രാർത്ഥന ഒരു ആത്മീയ നങ്കൂരമായി വർത്തിക്കുന്നു. ആധുനിക ലോകത്തിൻ്റെ വെല്ലുവിളികൾക്കും ആന്തരിക കലഹങ്ങൾക്കും ഇടയിൽ കുടുംബത്തെ സുരക്ഷിതമായി നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. മാതാപിതാക്കളും മക്കളും ക്രൂശിത രൂപത്തിന് മുൻപിൽ മുട്ടുകുത്തുമ്പോൾ, ഒത്തുചേരുമ്പോൾ പരിശുദ്ധാത്മാവിനെ തങ്ങളുടെ സംഭാഷണങ്ങളുടെ ശ്രോതാവായും തീരുമാനങ്ങളുടെ വഴികാട്ടിയായും അവർ ക്ഷണിക്കുകയാണ്. പിതാവായ ദൈവം ഒരു വിദൂര സങ്കല്പമല്ലെന്നും മറിച്ച് തങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുന്ന സ്നേഹനിധിയായ അപ്പനാണെന്നും ഈ ശീലം കുട്ടികളെ പഠിപ്പിക്കുന്നു. ഒരുമിച്ച് മുട്ടുകുത്തുമ്പോൾ, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിലെ ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. മാതാപിതാക്കൾ വിനയത്തിൻ്റെ മാതൃക കാട്ടുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയത്വത്തിൻ്റെ വലിയ പാഠം മക്കളും പഠിക്കുന്നു. അവരുടെ തലമുറകളിലേക്കും അത് പകർന്നു നൽകുവാൻ പ്രാർത്ഥന ഹൃദയങ്ങളെ മൃദുവാക്കുന്നു. പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും മാറ്റി ക്ഷമയുടെ സൗരഭ്യം ഭവനത്തിൽ നിറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. കുടുംബ അൾത്താരയിലെ നിശബ്ദതയിൽ ഭാരങ്ങൾ ഈശോയുടെ പാദങ്ങളിൽ അർപ്പിക്കുമ്പോൾ തലമുറകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നു. വചന ധ്യാന പാരായണത്തിലൂടെയും ജപമാലയിലൂടെയും വിശ്വാസത്തിൻ്റെ ദീപം വെറുമൊരു പാരമ്പര്യമായല്ല, മറിച്ച് ജീവസുറ്റ പൈതൃകമായാണ് മക്കളിലേക്ക് പകർന്നു നൽകേണ്ടത്. യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുള്ള കുടുംബം വളരുന്നത് അത് ജീവൻ്റെ ഉറവിടത്തിൽ വേരൂന്നിയിരിക്കുന്നത് കൊണ്ടാണ്. അവിടെ നിന്നും വറ്റാത്ത ആത്മീയ ശക്തി അവർക്ക് ലഭിക്കുന്നു. ഈ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ സഹോദരങ്ങളെ, നമ്മുടെ ഭവനങ്ങൾ ലോകത്തിന് പ്രകാശവും സമാധാനവും നൽകുന്ന സങ്കേതങ്ങളായി മാറട്ടെ. ആമേൻ.